കറൻസി പെയറുകളെ പറ്റി പറയാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഫോറക്സ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. രണ്ട് രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് കറൻസി പെയറുകൾ ഫോം ആവുന്നത്. ഉദാഹരണത്തിന് US-ന്റെയും ഇന്ത്യയുടെയും കറൻസികൾ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഫോം ആവുന്നതാണ് USD INR. ഈ കറൻസി പെയറിൽ തന്നെ ബേസ് കറൻസി, കോഡ് കറൻസി ഉണ്ട്. ഉദാഹരണത്തിന് USD എന്ന് പറയുന്നത് ബേസ് കറൻസിയും INR എന്ന് പറയുന്നത് കോഡ് കറൻസിയും ആയിരിക്കും. അതായത് ഒരു $1 എത്ര ഇന്ത്യൻ റുപ്പി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും 3 ടൈപ്പ് ഓഫ് കറൻസി പെയറാണ് ഫോറക്സ് മാർക്കറ്റിലുള്ളത്. അതിൽ ഒന്നാമത്തതാണ് മേജർ കറൻസി പെയറുകൾ. ഒന്ന് നോക്കി വെച്ചോ, കാരണം വീഡിയോയുടെ അവസാനം പറയാം. 8 രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയറുകളാണിവ. യൂറോ, USD, GBP, JPY, AUD, CAD, NZD എന്നിവയാണ് ഈ കറൻസികൾ. ഫോറക്സിലെ 89% ട്രേഡും നടക്കുന്നത് USD കറൻസിയിലാണ്. ബേസ് കറൻസിയിലും കോഡ് കറൻസിയിലും USD കറൻസി ഇല്ലാത്ത പെയറുകളുണ്ട്. അതാണ് രണ്ടാമത്തെ കറൻസി പെയറായ മൈനർ കറൻസി പെയർ. നമ്മൾ ഇന്ത്യക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കറൻസി പെയറാണ് എക്സോട്ടിക് കറൻസി പെയറുകൾ. ഒരു മേജർ കറൻസിയും ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസിയും പെയറായി വരുന്നതാണ് ഇത്. ഉദാഹരണത്തിന് USD INR. നേരത്തെ മേജർ കറൻസി പെയറുകൾ ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കാരണം മേജർ കറൻസി പെയറിലാണ് ഫോറക്സിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത്. കാരണം ഏറ്റവും കുറവ് സ്പ്രെഡും കമ്മീഷനും ഈ പെയറുകളിലാണ് ഉള്ളത്. സ്പ്രെഡ് എന്താണ് കൂടുതൽ പേർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്പ്രെഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.